കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ അതീവവും അപൂർവവും വിചിത്രവുമായ ഒരു ചടങ്ങിനാണ് തൃശൂർ വിയു സെൻട്രൽ ജയിൽ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് ജയിലിന്റെ ഇടുങ്ങിയ കരിങ്കൽ ഭിത്തിക്കുള്ളിൽ വെച്ച് അരങ്ങേറുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിൽ മുറിക്കുള്ളിൽ വെച്ച് ഔദ്യോഗികമായി സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുക്കുന്നത്. സാധാരണയായി ജനപങ്കാളിത്തത്തോടെയും വലിയ ആഘോഷങ്ങളോടെയും നഗരസഭ കൗൺസിൽ ഹാളുകളിൽ നടക്കുന്ന ഈ പ്രധാന ചടങ്ങാണ് ഇത്തവണ ജയിൽ അധികൃതരുടെയും പോലീസിന്റെയും കനത്ത സുരക്ഷാ വലയത്തിൽ ജയിലിനുള്ളിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ കൃത്യം 11 മണിക്ക് വിയു ജയിൽ സൂപ്രണ്ടിന്റെ ഔദ്യോഗിക ചേംബറിലാണ് ഈ അസാധാരണ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി വേദി ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷാണ് നിയുക്ത കൗൺസിലർക്ക് ഔദ്യോഗികമായി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. കർശനമായ ജയിൽ ചട്ടങ്ങളും അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുകയെന്ന് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കടുത്ത നിയന്ത്രണങ്ങളോടെ വളരെ പരിമിതമായ അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകുണം വാർഡ് 20 നിന്നുള്ള ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുഗതൻ നിലവിൽ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ അഥവാ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുകയാണ്. തടവിലായതിനാൽ നഗരസഭയിലെത്തി നേരിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തിന് നിയമപരമായി സാധിച്ചിരുന്നില്ല. മുനിസിപ്പാലിറ്റി നിയമത്തിലെ സെക്ഷൻ 143 അനുസരിച്ച് നഗരസഭാ മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി തനിക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യവുമായി സുഗതൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കാപ്പ തടവുകാരനായതിനാൽ ഹർജിക്കാരനെ പുറത്തുവിടാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടാണ് ജയിൽ വകുപ്പും സർക്കാരും സ്വീകരിച്ചത്. ഈ ഘട്ടത്തിലാണ് ജനാധിപത്യപരമായ സംവിധാനത്തിൽ ജനവിധിയെ മാനിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതി അതീവ അസാധാരണമായ വിധി പുറപ്പെടുവിച്ചത്. സാങ്കേതികമായ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയുള്ള വിധി ഇല്ലാതെയാക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ ചരിത്രപരമായി ഉത്തരവിടുകയായിരുന്നു. അസാധാരണമായ സാഹചര്യങ്ങളിൽ ജനാധിപത്യ തത്വങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾക്ക് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുമെന്നും ജഡ്ജി തന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. ഈ സംഭവത്തോടെ കേരളത്തിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് കരുതൽ തടങ്കലിനായി ഉപയോഗിക്കുന്ന കാപ്പ നിയമം തന്നെയാണ്. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമായി തടയുന്നതിന്റെ ഭാഗമായി 2007 കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കുന്നത്. പിന്നീട് 2014 ഇതിൽ ശക്തമായ ഭേദഗതികൾ വരുത്തുകയുണ്ടായി. ഗുണ്ടകൾ, റൗഡികൾ എന്നിങ്ങനെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ നിയമപ്രകാരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടികളും സ്വീകരിക്കുന്നത്. നിരന്തരമായി 3 കേസുകളിൽ പ്രതിയാവുകയോ 1 കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന ആളുകളെയാണ് സാധാരണയായി ഈ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നത്. അനധികൃത മണൽക്കടത്തുകാർ, അബ്കാരി പ്രതികൾ, ബ്ലേഡ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഹവാല ഇടപാടുകാർ, വ്യാജ നോട്ടടി സംഘങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന എല്ലാവരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നവരുടെ കരുതൽ തടവ് കാലാവധി പരമാവധി 1 വർഷം വരെയാണ്. കടുത്ത സുരക്ഷയുള്ള വിയൂർ ജയിലിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി വൻ പോലീസ് സന്നാഹത്തെയാണ് ഇതിനോടകം വിന്യസിച്ചിരിക്കുന്നത്. തികച്ചും ഔദ്യോഗിക ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഈ ചടങ്ങിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം പോലീസും ചേർന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ജനാധിപത്യവും നിയമവ്യവസ്ഥയും ഒരുപോലെ കൈകോർക്കുന്ന ഈ അത്യപൂർവ്വ ചടങ്ങ് കേരളത്തിന്റെ തദ്ദേശ ഭരണ ചരിത്രത്തിലെ തികച്ചും കൗതുകകരമായ ഒരു ഏടായി അവശേഷിക്കുമെന്നതിൽ